നിലവിലെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഫിറ്റ്നസ് പരിശോധിക്കാനായി എന്തൊക്കെ ഉപകരണങ്ങളാണ് നൽകിയിട്ടുള്ളതെന്നും അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും പരിശോധനയ്ക്കായി പ്രത്യേക സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് വിശദമാക്കി. നിലവിൽ അവർ ഉപകരണങ്ങളൊന്നും വെച്ച് പരിശോധിക്കുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാം മാനുവലാണ്. ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം വരാത്തത് കൊണ്ട് മാനുവലായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോഴുള്ള പല തകരാറുകളുമുണ്ട്. പലപ്പോഴും ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടി തൊട്ടടുത്ത ദിവസം തന്നെ അപകടം ഉണ്ടാക്കുന്നുള്ള ആരോപണങ്ങളൊക്കെ പല കാലത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്ററുകളിലേക്ക് പോകും. അതിനുള്ള ടെൻഡർ വിളിക്കുകയാണ്. 18 സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്ററുകൾ പണിതെങ്കിലും പൂർത്തിയാക്കാനോ നടപ്പിലാക്കാൻ പണി പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഈ 3 സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്താനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിഞ്ഞിട്ടില്ല. 6 സ്ഥലങ്ങളിൽ ഭാഗികമായി മാത്രമാണ് പണി പൂർത്തിയായി കിടക്കുന്നത്. 19 സ്ഥലങ്ങളിൽ പുതുതായി തുടങ്ങേണ്ടത്. ഈ 19 സ്ഥലങ്ങളിലേക്ക് ഒരു പ്രത്യേക ടെൻഡറാണ് ഈ ഞാൻ പറഞ്ഞ ഒരു ബിൽഡ് ഓൺ ഓപ്പറേറ്റ് റവന്യൂ ഷെയറിംഗ് വ്യവസ്ഥയിലും. രണ്ടാമത്തെ 6 എണ്ണം പൂർത്തിയായതിൻ്റെ ഭാഗികമായി 6 പൂർത്തിയായതിൻ്റെ ബാക്കി പണി തീർത്തുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ടെൻഡർ വിളിക്കുന്നുണ്ട്. അതുപോലെ പൂർത്തിയായി കിടക്കുന്ന 3 എണ്ണം അതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ എല്ലാം ചീത്തയായി കഴിഞ്ഞു, വെറുതെ കിടക്കുകയാണ് 3-4 കൊല്ലമായിട്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വീണ്ടും നടത്താനുള്ള കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ ടെൻഡർ പബ്ലിഷ് ചെയ്യുമെന്നാണ് എന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് അത് ചെയ്യേണ്ടത്. അതിനുള്ള നിർദ്ദേശം എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഈ 3 തരത്തിലുള്ള ടെൻഡർ വിളിച്ചുകൊണ്ട് ഓട്ടോമേറ്റഡ് ടെൻഡറുകൾ ക്വാളിഫിക്കേഷൻ അതിനകത്ത് കൊട്ടേഷനിൽ പറയും. ഇപ്പം ഞാനിവിടെ പറയാൻ എനിക്ക് അതിനെ കറക്റ്റ് ഒരു അറിയത്തില്ല. ആ ടെൻഡർ വിളിക്കുമ്പോൾ കൃത്യമായി അത് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഈ അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മോത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉണ്ടാവണം. ആ മോത്ത് നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളോടുകൂടിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ 19 എണ്ണം പുതിയതായി തുടങ്ങാൻ ടെൻഡർ വിളിക്കുന്നുണ്ട്. 6 എണ്ണം പൂർത്തീകരിച്ച് നടത്താനും 3 എണ്ണം പൂർത്തീകരിച്ച് നടത്താനുമായി നമ്മൾ ടെൻഡർ ഉടൻ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെറിയ സാങ്കേതിക കാര്യങ്ങൾ മാത്രമേ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിന് ചെയ്യേണ്ടതാണ്. ഉടനെ ചെയ്യുന്നത്.